വിദ്യാർത്ഥി ഐക്യം റിലേ നിരാഹാരം റിലേ നിരാഹാരം മരണം വരെയും മരണം വരെയും നഷ്ടപരിഹാരം നഷ്ടപരിഹാരം തുളസിയെ തുളസിയെ സമരഫണ്ടിലേക്ക് ഒരു സംഭാവന. എന്തോന്ന് സംഭാവന അറിഞ്ഞില്ലേ? സമരം കഞ്ചാവേക്കല്ലേ എനിക്ക് വേറെ പണിയൊന്നുമില്ല. രാവിലെ മനുഷ്യനെ ഇടിവിട്ട് കൊള്ളേണ്ട കേസാ. വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം റിലേ നിരാഹാരം റിലേ നിരാഹാരം മരണം വരെയും മരണം വരെയും നഷ്ടപരിഹാരം ഗുഡ് മോർണിംഗ് സർ. തുളസിയെ ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചവർ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചവർ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല മരണം വരെയും സമരം ചെയ്യും. മരണം വരെയും മരണം വരെയും വിലേ നിരാഹാരം. എങ്ങനെയുണ്ടാവേ കളക്ഷൻ? വൈകിട്ട് ഒരു സ്മാളടിക്കാൻ തയ്യോ? മുന്തിയതിനൊന്നും തകയില്ല. പിന്നെ വല്ല പട്ടയോ റമ്മോ പോരെ. അല്ല, എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക, എന്തുവാ ഈ റിലേ നിരാഹാരം? ഈ റിലേ എന്ന് പറയുമ്പോ ഒന്നിന് പുറകെ ഒന്നാണല്ലോ. അതെങ്ങനാ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവോ? അങ്ങനല്ലേ. പിന്നെ അതിപ്പോ ഒരാൾ പട്ടിണി കിടന്ന അവസരമാകുമ്പോ ചത്തുപോയതല്ലേ? പാടില്ല പാടില്ല. അപ്പൊ അടുത്ത കളിക്കും. അതാണ് എന്റെ കറക്റ്റ്. അപ്പോ ഒരാൾ അവശനാകാൻ എത്ര സമയം എടുക്കും ഏകദേശം? അതിപ്പോ 2-3 മണിക്കൂർ വരെ പിടിച്ചിരിക്കുന്നവരുണ്ട്. ആഹാ, കൊള്ളാമല്ലോ. എന്താടാ നിരാഹാരത്തിനിടയ്ക്കും മറ്റവനുണ്ടോ? തോറ്റിട്ടില്ല തോറ്റിട്ടില്ല വിദ്യാർത്ഥി വേറെ 2 അവന്മാരോട് ഉണ്ടായിരുന്നല്ലോ. അവന്മാരോടെ ഓ തിരക്കായിരിക്കും അല്ലേ? വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം തുളസിയെ തുളസിയെ ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം തുളസിയെ തുളസിയെ ഉണ്ടായിരുന്നോ? തുളസിയെ ചാക്കോച്ചന്റെ ഗുണ്ടായിസം ചാക്കോച്ചന്റെ ഗുണ്ടായിസം തോറ്റിട്ടില്ല സാറ് പോവുകയാണ്? ഇല്ലടാ, ഞാനിവിടെ താമസിക്കാം. അല്ല, നഷ്ടപരിഹാരത്തിന്റെ കാര്യം? നഷ്ടോ? ആർക്ക് നഷ്ടം? നിനക്ക് വല്ല നഷ്ടമുണ്ടോ? ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പയ്യനെ ഞാൻ കണ്ടിട്ടാ വരുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ സാർ? അതല്ല സാർ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയും ചെയ്ത് നാട്ടുകാർ പറഞ്ഞു, വീട്ടുകാർ പറഞ്ഞു, സാറും മെനെ കിട്ടും. ഇനിയിപ്പോ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എങ്ങനെ? അതെ, സാറിന്റെ പെട്ട കേസായത് കൊണ്ടാ. അല്ലെങ്കിൽ വായിക്കാനൊക്കെ ഞാൻ അറിയാം. ഞാൻ പോവാ സാറേ. അപ്പൊ നമ്മുടെ കാര്യം ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ നിരാഹാരവും സത്യാഗ്രഹവും എന്നൊക്കെ പറഞ്ഞ് വല്ല പോക്കിരിത്തരവും കാണിച്ചാലുണ്ടല്ലോ. അതെന്ത് വർത്താനാ സാറേ? അങ്ങനെ ചെയ്യുന്നവർക്ക് നേരത്തെ ചെയ്യൂടായിരുന്നു. ആരെപ്പോഴും ഒരു പോക്ക് പോത്തേ ഇതാണ്. എന്നാണ് ഇവരെ അങ്ങോട്ട് എടുക്കുന്നത്? വിദ്യാർത്ഥി ഐക്യം വിദ്യാർത്ഥി ഐക്യം നിരാഹാര സമരം നിരാഹാര സമരം മരണം വരെ സമരം ചെയ്യും മരണം വരെ സമരം ചെയ്യും. മതി കളിച്ച് എനിക്ക് ആകെ പേടിയാവുന്നു. നമ്മളിപ്പോ എന്താണ്? ഏതായാലും ദാമ വരട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടാന്ന്. നീ കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. എന്താടാ? ഭയങ്കര പനി. അങ്ങനെ തുള്ളി വിറക്കിയ. കൊടുത്ത ഒന്നും കഴിച്ചിട്ടില്ല. ഞെരുകയും മുളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടു നിന്നിട്ട് പേടിയാവുന്നു. എന്ത് ചെയ്യും താമിട്ട?
ചേച്ചി ദാമുവേ, ഇത് സംഗതി കുഴച്ചിലാണല്ലോ. നല്ല പനിയുണ്ട്, ബോധമില്ല. ഇപ്പൊ എന്താ ചെയ്യാ? എടാ, എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിലേ ഇപ്പൊ ചത്തുപോട്ടാ. ഞാൻ കുഴിച്ചിട്ടോളാം. എന്താ നിനക്കൊക്കെ ഇത്ര പേടി? ഹോസ്പിറ്റലിൽ എടുത്ത ചായം കിടന്നപ്പോ നിനക്കൊന്നും ഇത്ര ആവശ്യം കണ്ടില്ലല്ലോ. എന്താ ഇപ്പൊ ഇത്ര? എന്നാ നീ കെട്ടടാ അവളെ. കൊല്ലാനാണെങ്കിൽ ഇപ്പഴേ കൊല്ലടാ അവളെ. എന്തിനാ ഇട്ടേക്കുന്നേ? അപ്പൊ നിന്റെ ഉദ്ദേശം അതല്ല. അവൾ ഇവിടെ കിടന്ന് ചത്ത ശവത്തിനാര് ഉത്തരം പറയും? അതിപ്പോ ദാമേട്ടൻ മാത്രല്ലല്ലോ, ഞങ്ങൾക്കില്ലേ ഇവിടെ. ഓഹോ, ഇപ്പൊ എല്ലാവരും കാലം അറിയും. പൊക്കിക്കൊണ്ട് വരാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ. വയ്യെങ്കിൽ പൊക്കോടാ എല്ലാവനും. ഞാൻ മതി, ഞാൻ ഏറ്റോളാം. കണ്ണി, നമുക്ക് അവിടെ നിന്ന് കുറച്ച് മരുന്ന് വാങ്ങിക്കണം. മനുഷ്യനെ കുറച്ച് മനുഷ്യത്തൊക്കെ വേണ്ടേ? മരുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഈ സമയത്ത് ആ വട്ടൻ ഡോക്ടറിലെ കാണും. അയാളെങ്ങാനും രോഗിയെ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും? കൊണ്ടുവന്ന് കാണിക്കണം. നമ്മുടെ അമ്മയാണെന്നോ പെങ്ങളാണെന്നോ വല്ലതും പറയാം. ഓ മരപ്പെട്ടി, പുലിവാലായല്ലോ. നമുക്ക് ഡോക്ടറെ തന്നെ പോവാം. പനി എനിക്കാന്ന് പറയാം. അതൊക്കെ ഭയങ്കര ബോറാവുന്നേ. ഇല്ലെന്നേ, ഞാൻ കറക്റ്റ് ആയിട്ട് അഭിനയിച്ച പോരെ പോരെ. ഇന്നലെ പകല് കോളേജിലൊരു അടി ഉണ്ടായി. ഒത്തിരി അടി കൊണ്ടു പാവം. ആഹാരം ആണെങ്കിലും ഒന്നും കഴിച്ചിട്ടുമില്ല. അടി കഴിഞ്ഞപ്പോ തുടങ്ങി ചെറിയൊരു ചൂടും പനിയും. വിറക്കടാ. കുളിരുണ്ടോ? ഉണ്ട്. ഇന്നലെ രാത്രിയായപ്പോ പനി അങ്ങ് വല്ലാതെ കൂടി. അവിടെ ബോധം കെട്ട് കിടക്കുക. അല്ല, ഇവനിടയ്ക്കിടയ്ക്ക് ബോധക്കേട് ഉണ്ടാവാറുണ്ടെന്ന് പറയാ. ഓ മൈ ഗോഡ്, ഇതല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ. മലേറിയ ആണോന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പറയാം. തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തു കളയാം. ഇഞ്ചക്ഷനോ? അതെ, ഇഞ്ചക്ഷൻ തന്നെ. എന്തൊരു പുലിവാലായത്. ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. അത് നീയാണ് നിശ്ചയിക്കുന്നത്. എടാ, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയെ കാണും. നിനക്കതൊക്കെ പറയാം. കുത്തുകൊള്ളുന്ന എനിക്കല്ലേ. എന്താ, ഇതിനു മുമ്പ് കുത്തി വെച്ചിട്ടില്ലേ? പെൻസിലും കുത്തി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അല്ല, ഇല്ല. ആ കറക്റ്റ്. വരൂ, കാണിച്ചു തരാം. വരൂ വരൂ. വരൂ 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 വരൂ. കിടക്കൂ. അയ്യോ, കയ്യിൽ വേണ്ട, കൈ തളർന്നു പോകും. നമുക്ക് പൃഷ്ഠത്തിലായി കളയാം. കിടക്കൂ. അപ്പൊ കാലോ? നോ മോർ ക്വസ്റ്റ്യൻസ്. കിടക്കൂ. പാന്റ് അഴിക്കൂ. കല്ലിച്ചു പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ആവി പിടിക്കണം. പാന്റ് ഇറക്കൂ. ഇറക്കൂ. അയ്യോ, നിലവിളിക്കാണ്. കൊച്ചു പിള്ളേരുടെ പോലാണല്ലോ അവന്റെ ഒരു കരച്ചില്. അയ്യോ അയ്യോ. എന്താ പറ്റി? എന്നെ കുത്തി വെച്ചു. ഇളിച്ചോണ്ട് എന്താ മതിയോ? ചേച്ചിക്ക് വല്ല മരുന്നും കൊടുക്കണ്ടേ? ബോധം വീണോ? ഞാൻ നോക്കാൻ പോയില്ല. അതിനെന്താ, നമുക്ക് വിളിച്ചാണത്താ അല്ലേ? കുത്തി വെച്ചപ്പോ ഉള്ള ചൂട് കൂടെ പോയിന്നാ തോന്നുന്നേ. ഐസ് പോലെ ഇരിക്കണു. ഒന്ന് തൊട്ട് നോക്കിയേ. പോടാ പോടാ, പോയി വല്ല മരുന്നെങ്ങനെ കൊടുക്കാൻ നോക്ക്. ചേച്ചി ചേച്ചി ചേച്ചി, ആ മരുന്ന് കുടിക്ക. ഈ മരുന്ന് കുടിച്ചാലുണ്ടല്ലോ പനിയൊക്കെ മാറും. നിനക്ക് പനിയൊക്കെ മാറും. ഞാനില്ലേ പറയുന്നേ. നോക്ക് ചേച്ചി ചേച്ചി ചേച്ചി. മരുന്ന് കുടിച്ചപ്പ നല്ല മധുരമുള്ള മരുന്നല്ലേ? അതായത് വെള്ളം വെള്ളം വെള്ളം. ചേച്ചി കിടക്കാം. ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി പതുക്കെ. അടാ, നീ ഒന്ന് ബെഡ്ഷീറ്റ് വെച്ചേ.
ചേച്ചി ഒന്ന് പതുക്കെ എണീക്ക്, പതുക്കെ. എനിക്ക് ഇനി മെല്ലനെ ചേച്ചി കിടക്കെ പോയി. എടാ പുതപ്പിങ് എടുത്തേ. ഒന്ന് വേഗം ചേച്ചി ഇതേ ഇനി ചേച്ചി കിടന്നേ പനിയൊക്കെ മാറും. ജോർജ് കുട്ടി ഏതായാലും രക്ഷപ്പെടും. ഇനിയിപ്പോ എന്തോന്ന് പ്രതികാരം? ഈ വയ്യാവയിലൊന്ന് തലേന്ന് ഒഴിഞ്ഞാ മതി. അസുഖം മാറിയാലേ അന്ന് പറഞ്ഞു വിട്ടാലോ? ജോർജ് കുട്ടി രക്ഷപ്പെടുമെന്ന് നിനക്കെന്താ എത്ര ഉറപ്പ്? പുറത്തു വിട്ടാ അവള് പോയി പോലീസിൽ പറഞ്ഞാലോ? വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയാമെന്ന് പറയാൻ. ഒരു തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാൻ. നമുക്ക് കരഞ്ഞ് കാല് പിടിക്കാം. കരയുടെ കാര്യം ഞാൻ ഏറ്റു. ആരും ഇപ്പൊ കരയാനും കാല് പിടിക്കാനൊന്നും പോണ്ട. എന്ത് വേണമെന്ന് ഞാൻ പറയാം. 2 ദിവസം കഴിയട്ടെ. പറഞ്ഞ പിടിക്കുന്നോ? ശരി, ഒരുമാതിരി വർത്താൻ പറഞ്ഞിട്ടല്ലോ. വലിച്ചെടുത്തോളം മതി. ഒക്കെ നിർത്തി. മതിയായി. അയ്യോ എന്റെ അമ്മോ, കാലമാണ് ഡോക്ടർ. അയാൾക്ക് കുത്തിവെക്കാൻ കണ്ടൊരു സ്ഥലം. നീ പോടാ അവിടുന്ന്. എനിക്കല്ലേ എന്റെ വേദന അറിയാം. അതിന്റെ വേദന പോണേ മതി. ഒന്ന് പതുക്കെ ചെയ്യടാ. ഓ എന്റെ അമ്മോ, ഒന്ന് പതുക്കെ ചെയ്യടാ. ഓഹോ എന്റെ അമ്മോ. പതുക്കെ ചെയ്യടാ. ചേച്ചി ചൂട് പിടിക്കായിരുന്നു. ഇന്നലെ ചേച്ചിക്ക് വരെ എന്നെയാ കുത്തിവെച്ചത്. അസല് വേദന. പനി പോയോ? പനി പോയല്ലോ. എടാ പനി പോയി. ഒട്ടും ചൂടില്ല. ചേച്ചി ചായ കുടിക്കാം. ചായ എടുത്തോക്കണം. ചേച്ചി വരും. ഒരു ചായ കുടിച്ചാലുണ്ടല്ലോ. കുടിക്കൂ. ചേച്ചി ചായ കുടിച്ചേ. ചേച്ചി ചായ കുടിച്ചു. താമട്ടാ താമട്ടാ ചേച്ചി ചായ കുടിച്ചു. ചായ കുടിച്ചു. പനിയെല്ലാം പോയി. ആഹാ, അത്രയുള്ള കാര്യം. ഞാൻ മേലെ ചാടിപ്പോയെന്ന്. എന്നിട്ട് പാർട്ടി ഇവിടെ അപ്പുറത്തുണ്ട്. പിന്നെ വലിയ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട. നോക്കിക്കോണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ എങ്ങനെ കറങ്ങി നടക്കാനും പറ്റില്ല. പോയി റൂമിലേക്ക്. പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. അയ്യോ എന്റെ അച്ഛനും അമ്മേ. ഇവിടെ ആരുമില്ലേ? എന്റെ പൊന്നു മോനെ, നീ ഏതാണ്ട് വിഷം തിന്നെന്നോ വീടി വലിച്ചെന്നോ ചത്തുപോയെന്നോ ഒക്കെ പത്രക്കടലാസിൽ കണ്ടല്ലോടാ. നിന്നെ പോലീസുകാരന്മാരൊത്തിരി തല്ലിയോടാ. പത്രത്തിലോ? അമ്മ എന്തായി പറയുന്നത്? പത്രത്തിൽ നിന്റെ ഫോട്ടോ ഞാൻ കണ്ടതാ. വീഡിയോ പരിശോധിക്കുന്നത്. ആദ്യം 5ാം വീടി. കോളേജിൽ എന്റെ അടിയാർന്നാ, പോലീസ് വന്നാ, കുത്തിയെന്നാ, ചാത്തെന്നോ ഒക്കെ എന്റെ ആദ്യം മൂതി എടുത്തു പോയി. പോലെ പരവരാ എടുത്തപ്പോ മോലാളിന്റെ പരമില്ലൂരെ കയറി ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ ഗേറ്റ് പൊട്ടിയിരിക്കുന്നു.
ഇവിടെ നോക്കി എടുത്താ 15 അടി ഞങ്ങളുടെ വന്നത് പോലെ. വല്ല കാര്യമുണ്ടോ? അച്ഛൻ പത്രം വായിച്ചാണോ? അതെങ്ങനെയാടാ അച്ഛൻ എടുത്ത വായന അറിയാവോ? എന്നെ കോഴിക്കല് മേലാനെ വായിച്ച് കേൾപ്പിച്ചേ. ആ അത് പറ. മേല അച്ഛനെ പറഞ്ഞ് പറ്റിച്ചതാ. ഫോട്ടോ വന്നെന്നുള്ളത് നേരെ. അതേ, ഞങ്ങള് കോളേജിൽ ഒരു നാടകം കളിച്ചു. അതിന്റെ ഫോട്ടോയാ. നാടകത്തിൽ ഞാനൊരു വീഡിയോ വലിക്കാരനായിട്ടാ. ആ അത് പറ. അല്ലെങ്കിൽ മേലാൻ എന്നോട് ചുരുക്കുണ്ട്. നിന്നെ കോളേജിൽ വിട്ടൊന്നും വായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങ് വന്നേ പറയട്ടെ. ചമ്പ്ര അവിടെ ഇല്ലേ? വണ്ടി കിടപ്പുണ്ടല്ലോ. മുറിയിലുണ്ട്, പഠിച്ചോണ്ടിരിക്കുക. നിങ്ങൾ എന്നെ കണ്ടല്ലോ, സമാധാനമായില്ലേ? എന്നാപ്പോ എനിക്കും പഠിക്കാനുണ്ട്. മോനെ കൊട്ടയും പരമ്പം നെയ്ത് പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടുവാ നിന്നെ ഇവിടം വരെ എത്തിച്ചത്. നിന്റെ കണ്ണും തെളിഞ്ഞിട്ട് വേണം. ഇളയറ്റങ്ങൾ 4 എട്ടവാ. കൊട്ടയം മോനെ. പോട്ടേടാ, പോട്ടെ മോനെ. ആ ചാക്കോച്ചിന് ഒന്നും തരുന്ന ലക്ഷണമില്ല. പിടിച്ചു മേടിക്കാന്ന് വെച്ചാല് ആ മുതുകാലൻ DYSP. നഷ്ടപരിഹാരത്തിന്റെ കാര്യം പോട്ടെ, ഞങ്ങളുടെ സസ്പെൻഷന്റെ കാര്യം ഇങ്ങനെ വല്ല നടക്കും? നടക്കുമെന്ന് വെച്ചാൽ നടക്കണം. അതാ പ്രധാന കാര്യം. നീ ഇതുവരെ പ്രിൻസിപ്പാളിനോട് സംസാരിച്ചതല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിലേ നമ്മൾ ചിലപ്പോ തെറ്റി. ചൂടാകാളിയാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാന്ന്. അപ്പൊ ഞങ്ങൾ പോന്നു. അങ്ങനെ പോയാല് ഇരിക്കുന്നില്ലേ? ഓ ഇല്ല, എനിക്ക് മറ്റവന്മാർ രണ്ടും കൂടെ നാളെ ഇരിക്കണം. നാളെ വരാം. അളിയ വട്ടത്തിന് എന്തെങ്കിലും തന്നിട്ട് പോകും. ഇവിടെ പിരിവ് കുറവാ. ഇതേ ഉള്ളു. ആ പോ. വിദ്യാർത്ഥി ഐക്യം. ഇവിടുന്ന് പോയാ ചേച്ചി ഞങ്ങളെ പോലീസിന് കാട്ടിക്കൊടുക്കോ? ഇല്ല ഇല്ലേ? സത്യമായിട്ടും ഇല്ലേ? ഇല്ല. അത് വെറുതെ. ചേച്ചി പോകും, ഞങ്ങളകത്തും കിടക്കും. എന്താ പോലീസ് പറയാത്തെ? അത് പറഞ്ഞേ. ഞങ്ങൾ ചേച്ചി അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ടല്ലേ പനി വന്നത്? അല്ല, പനി അല്ലെങ്കിലും വന്നേനെ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ എന്നെ അടുക്കി ഇടിക്കുകയൊക്കെ ചെയ്തത്? അത് പിന്നെ ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ? ഞങ്ങൾ സസ്പെൻഡും ചെയ്തു. ദാമോട്ടൻ പറഞ്ഞിട്ടാ. ഞാൻ അടിച്ചില്ല കേട്ടോ, ഇവനൊരു അടി അടിച്ചു. ഇല്ലടാ? ഇല്ല. നീ അടിച്ചു? ഇല്ലെന്ന്. അപ്പൊ നീ അടിച്ചു എന്ന് പറഞ്ഞതോ? പോടാ അവിടുന്ന്. വഴക്കു വേണ്ട, രണ്ടുപേരും അടിച്ചു. കൊണ്ടത് ഞാനല്ലേ. നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കോ? എനിക്കൊരു ചേച്ചി ഉണ്ടല്ലോ, പക്ഷേ ചേച്ചി എന്നെ തല്ലും. ചേച്ചി എവിടെയാ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ടൈപ്പിസ്റ്റാ. ഇന്ന് 28-ാം തീയതിയിലേ ആയുള്ളൂ. ശമ്പളം കിട്ടിക്കാണില്ല, അതാ വരാത്തത്. അല്ലേ പത്രം വായിച്ചോണ്ട് ഓടി വന്നേനെ. വരും. വീട്ടുകാരെ, വീട്ടുകാരെ, നിങ്ങൾക്ക് വീട് മാറിപ്പോയായിരിക്കും. താനൊന്ന് പോടൂ. വീട്ടുകാരെ, എന്റെ കൊച്ചു ഇവിടെ ഉണ്ടോ അതോ ചത്തോ? ആരും കാണുന്നില്ലല്ലോ. വീട്ടുകാരെ, ഭാവു വരുന്നുണ്ട്. വാടാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. തുറക്ക്. കുടുംബദ്രോഹി, കുടുംബദ്രോഹി, കഞ്ചാവലിയാ, കഞ്ചാവലിയാ, നിന്റെ ഒരു കഞ്ചാവലി, നിന്റെ കഞ്ചാവലി, നിന്റെ ശവം കൊണ്ടേ ഞാൻ തിരുവനന്തപുരത്ത് പോകത്തുള്ളടാ. നിന്നെ ഞാൻ കൊല്ലും. ഇന്ന് ഞാൻ കൊല്ലുവിടാ നിന്നെ. നിന്റെ കഞ്ചാവലിക്കോടാ നിന്നെ ഞാൻ എവിടെല്ലാം തപ്പിയെന്നറിയാം നിനക്ക്? നിൽക്കണ അവിടെ. കൊല്ലും നിന്നെ ഞാൻ, കൊല്ലും നിന്നെ ഞാൻ. ഓടണ്ട, നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. കഞ്ചാവലി അവിടെ നിൽക്കണം. നിന്നെ വളർത്തിയത് ഞാനില്ല. നിന്നെ നീ ഓടി രക്ഷപ്പെടാൻ നിൽക്കണ അവിടെ. കൊല്ലും നിന്നെ ഞാൻ, കൊല്ലുവിടാ നിന്നെ ഞാൻ. ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിടാ നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. നാട്ടുകാരുടെ അടുക്കൽ നിന്ന് കടവും വാങ്ങിച്ച് 16 രൂപ 50 പൈസ വണ്ടിക്കൂലിയും കൊടുത്താ ഞാൻ ഇവിടെ വന്നത്. നിന്നെ തപ്പി ഞാൻ കോളേജിൽ പോയി, ഹോസ്റ്റലിൽ പോയി, എത്ര പിള്ളേരുടെ വീട്ടിൽ പോയെന്നറിയോ? ഓട്ടോറിക്ഷ കൂലി തന്നെ എത്രയെന്നറിയോടാ നിനക്ക്? എത്രയാടോ? 45 രൂപ 50 പൈസ. 45 രൂപ 50 പൈസ. അതൊന്ന് പള്ളി പോയി പറഞ്ഞാ മതി. കയ്യെന്ന് വിടണം. ഇവിടെ നിന്നോടുള്ള കരി എനിക്ക് തീർന്നിട്ടില്ല. കയ്യെന്നോടെ നിന്നെ കൊല്ലും ഞാൻ, കൊല്ലും നിന്നെ. എനിക്ക് സമാധാനം കൊടുക്കുന്നു.
അപ്പോ എടാ മോനെ അപ്പൊ കൊണ്ട എന്തിനാടാ മോനെ നീ കഞ്ചാവ് വലിച്ച് നീ പിഴകെട്ട് പോന്നെന്നറിഞ്ഞപ്പോ ചേച്ചിയുടെ ചങ്ക് പൊട്ടിപ്പോയടാ. അതല്ലേ ഞാൻ ഓടി വന്നത്. നോക്ക് നോക്ക്, നീ സത്യമായിട്ടും കഞ്ചാവ് വലിച്ചോ? എല്ലാം തൊളയാ. അപ്പൊ പത്രത്തിൽ ഫോട്ടോ വന്നതോ? അത് ഫോട്ടോ ട്രിക്കാ. ഫോട്ടോ ട്രിക്കോ? ആരും ശത്രുക്കൾ എന്റെ തലവെട്ടി ഒട്ടിച്ചതാവും. അതെയോ? അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ചേച്ചിക്കറിയാം. അയ്യോ, ഉടുപ്പ് കീറിപ്പോയല്ലോ. സാരമില്ല, ഞാൻ തയ്ച്ചോളാം. ചേച്ചിക്ക് മോനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒരു തെറ്റൊക്കെ ആർക്കും പറ്റും. നോക്ക്, എന്റെ മോനിനി അങ്ങനൊന്നും ചെയ്യല്ലേ. ഇല്ല. നോക്ക് നോക്ക്, ചേച്ചി മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണണോ? ഒരു ഷർട്ടാ. നോക്ക്, നോക്ക്, നന്നായിട്ടില്ലേ? ഒരു പാൻറ്റൂടെ തയ്പ്പിച്ചോ. ചേച്ചിയുടെ ഈ കാശില്ലാത്തല്ലേ? അത് സാരമില്ലടാ, ഇത് കടം മേടിച്ചതാ. പക്ഷേ ഓൺ അഡ്വാൻസ് കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു കൊടുത്തോളാം. മോനെ അവധിക്ക് വരണേ. ₹10 ഉണ്ട്. ഇരിക്കട്ടെ മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും. ഒരു സിനിമ ഉണ്ട്, പോട്ടെ. എന്റെ മോനെ നീ കുരുത്തക്കേടൊന്നും കാണിക്കല്ലേ. പോട്ടെ മോനെ. എന്തിയടാ മറ്റേ കക്ഷി എവിടെ? അവിടെ ഉണ്ടല്ലോ. ആഹാ ആഹാ, കൊള്ളാമല്ലോ, ഇന്ന് വലിയ വിഭവ സമൃദ്ധമാണല്ലോ. ദൈവമേ, ഉണക്കറൊട്ടിയും പഴവും തിന്ന് മടുത്തു. ആ ഞങ്ങളിന്ന് പിള്ളേച്ചന്റെ കടയിൽ നിന്ന് 2 ക്യാരറ്റ് പടങ്ങി വാങ്ങിച്ചു. ചമ്മന്തിയാണല്ലോ. പിള്ളേച്ചാള് കൊള്ളാമല്ലോടാ. ഈ ബുദ്ധി നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോ. ചേച്ചി വന്നേ. ഞാനില്ല. വരൂന്നേ. അയ്യോ വേണ്ട. ഇതൊന്ന് പിടിച്ചേ. ഞാനില്ല, വേണ്ട. നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. വരൂന്നേ. വേണ്ട. വാ ചേച്ചി, വരൂ പ്ലീസ് കം. പിള്ളേച്ചന്റെ കടയിൽ നിന്നാണ്, ചുമ്മാ പറഞ്ഞതാ. ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാ. ചേച്ചി ഇരുന്നാട്ടെ. വേണ്ട, ഞാൻ പിന്നെ ഇരുന്നോളാം. ഇരിക്കുന്നേ. രാമേട്ടാ, മോനെ, നാളെ നിന്റെ ജന്മനാളാണ്. മോനെ അമ്മയെ കാണാൻ വരില്ലേ? ശാന്താശുപത്രിയിൽ നിന്റെ അമ്മ.
അമ്മേ, ഇന്നെന്റെ പിറന്നാളാണമ്മേ. ആരാണ് എന്റെ ഫ്രഞ്ച് മരുന്ന് കൊടുത്തേ? ആരാണ്? പിന്നെ ഞങ്ങളാരും എടുത്തില്ലെന്ന്. ഞാൻ എന്റെ ബെഡ്റൂം വെച്ചിരുന്നാണല്ലോ. വെച്ച സ്ഥലം മാറിയതാവും. I'm an addict. Please give me. Please. എന്റെ ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. 22ാമത്തെ പിറന്നാൾ. ഞാൻ എവിടെയൊക്കെയാ പോയെന്ന് ആരെങ്കിലും ചോദിച്ചോടാ? Did anybody ask? No. ഞാൻ എന്റെ അമ്മയെ കാണാൻ പോയത്. ഈ ലോകത്തെ ഞാനുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി. എന്റെ അമ്മ എവിടെയാണെന്നറിയോ? ഭ്രാന്താശുപത്രിയിൽ. എന്റെ അമ്മയ്ക്ക് ഭ്രാന്താണ്. സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. എനിക്കത് മറക്കണം. എനിക്ക് എന്റെ അമ്മയുടെ മുഖം മറക്കണം. I want to die. I want to die. I want to die. No. ദാമു, എന്താ നീ കാണിച്ചത്? എന്റെ ദൈവമേ, എന്താ ഇത്? ഇങ്ങോട്ട് തരൂ. കത്തിരി എടുക്ക.
കട്ട് ചെയ്തേ. കട്ട് ചെയ്യ്. ശരിക്കും